ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ ഗുണവും ദോഷവും എന്താണെന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാലും ഞാൻ ആ മനുഷ്യൻ്റെ ഗുണവും പറയും ദോഷവും പറയും. എന്നാൽ ആ രാഷ്ട്രീയക്കാരന് ഇഷ്ടമില്ലാത്തവർ സന്തോഷ് ജോർജ് കുളങ്ങര അയാളെ നിശ്ചിതമായി വിമർശിക്കുന്നു പറഞ്ഞാൽ ഞാൻ ദോഷം മാത്രം എടുത്തു കൊടുക്കും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് മാത്രം പറയും. അപ്പോൾ കുറേ ആളുകൾ തെറ്റിദ്ധരിക്കും ഞാൻ ആ മനുഷ്യനെ നാടൻ ഭാഷയിൽ എന്താ പറയുന്നത് ഞാൻ പറയുന്നില്ല, എന്തോ ചെയ്തു എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ് കമൻറ്റ് വരിക. പക്ഷെ ഞാനെപ്പോഴും പറയുക, എനിക്ക് രാഷ്ട്രീയമായി എല്ലാവരെക്കുറിച്ചും കൃത്യമായ എൻ്റേതായൊരു ധാരണയുണ്ട്. അതിൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു വ്യക്തിയും തിന്മ മാത്രമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഏത് വ്യക്തിയും രാഷ്ട്രീയക്കാരനാവട്ടെ കലാകാരനാവട്ടെ അവനും നന്മയും ചെയ്തിട്ടുണ്ടാവാം. ആ നന്മയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം പൊതുസമൂഹത്തിലില്ല. നമുക്ക് കേൾക്കേണ്ടത് ഒരാൾ പ്രശ്നക്കാരനാണ് കുറ്റക്കാരനാണെന്നുള്ള വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ഒരാൾ വിജയിച്ചു എന്ന കഥ കേൾക്കുന്നതിനേക്കാൾ അവൻ പൊട്ടി എന്ന് കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതാണ് കേൾക്കാൻ ഇഷ്ടം? കൊച്ചിയിൽ 50 നിലയുള്ള ഒരു കെട്ടിടം പണി പൂർത്തിയായി എന്ന വാർത്ത കേൾക്കാനാണോ ഇഷ്ടം? ആ 50 നില കെട്ടിടം ഇതാ നാളത്തെ കഴിഞ്ഞ് ഇടിച്ചു പൊളിക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നതാണോ നമുക്കിഷ്ടം? 50 നില കെട്ടിടം ഉദ്ഘാടനം കാണാൻ നമ്മൾ പോവില്ല, പക്ഷെ ഇടിച്ചു പൊളിക്കുന്നത് കാണാൻ നമ്മളവിടെ തിക്കി തിരക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നതിൽ തന്നെ അതിനകത്ത് നിന്ന് ഏറ്റവും നെഗറ്റീവായ ഒരു സാധനത്തെ എടുത്തിട്ട് ഷെയർ ചെയ്താലേ ആളുകൾ കാണൂ എന്നൊരു ചിന്ത പല ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ കഷ്ണങ്ങളാക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് ഉത്തരവാദിത്തമുള്ള കാര്യമല്ല. ഞാൻ എന്ത് പറഞ്ഞു എന്നറിയണമെങ്കിൽ ആ അഭിമുഖത്തിന് മുഴുവൻ രൂപ അവിടെ കിടപ്പുണ്ട്. ആ മുഴുവൻ രൂപം കണ്ട ആളുകൾ ഈയിടെ ഏതോ ഒരാടത്ത് ഒരു അഭിമുഖകാരിയുമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അവരെന്തോ ഒരു കുസൃതി ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു. അതിന് ഞാനൊരു കുസൃതി മറുപടിയും കൊടുക്കും. ആ ഭാഷണം മാത്രം എടുത്തിട്ടിട്ട് ആ ചോദ്യക്കാരിയെ ഞാൻ തകർത്ത് തരിപ്പണമാക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും. അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ കമൻറ്റ് എന്നാലും ആ ചോദ്യക്കാരോട് ചോദിച്ചത് മോശമായിപ്പോയെന്ന്. ആ പറഞ്ഞ മൂഡ് അല്ലെങ്കിൽ അവർ ചോദിച്ച ആ കുസൃതി ചോദ്യത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് അവിടെ ഇരുന്ന ആളുകൾക്കും അതിനെ മുഴുവൻ ഇൻ്റർവ്യൂ കണ്ടവർക്കും മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ഈ ചെറിയ കഷ്ണം കണ്ട് നിഗമനത്തിലെത്തുന്ന ഒരു അല്പബുദ്ധിക്കാരായി നമ്മുടെ പ്രേക്ഷകർ മാറരുതെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ആ അല്പബുദ്ധി കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അറിയാതെ എല്ലാവരുടെയും കീഴെ അവരെല്ലാം പ്രശ്നക്കാരാണെന്നുള്ള മട്ടിൽ കമൻ്റ് ഇടുന്നത്. നമുക്ക് പ്രശ്നങ്ങളില്ലേ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മളും തെറ്റുകൾ പറ്റാറില്ലേ? നമുക്കും വാക്കുപിഴകൾ ഉണ്ടാവാറില്ലേ? നമ്മളും പറഞ്ഞതെല്ലാം ശരിയായിരുന്നോ 100%? അതിനെ മുഴുവൻ അയലോക്കംകാരൻ ഒരു വീഡിയോ ആക്കി അങ്ങനെ ടെലികാസ്റ്റ് ചെയ്തിരുന്നെങ്കിലോ? നിങ്ങൾ വീട്ടിൽ ഭാര്യയെ ചീത്ത വിളിച്ചത് മുഴുവൻ അയലോക്കത്താൻ വീട്ടിൽ ഒളിച്ചു മൈക്ക് വെച്ചിട്ട് അത് മുഴുവൻ നാട്ടുകാരെ കേൾപ്പിച്ചിരുന്നെങ്കിലോ? കേരളത്തിൽ എത്ര പേര് തലയുയർത്തി നടന്നേനെ? അത്രേ ഉള്ളൂ കാര്യം. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഷാർപ്പായ ബുദ്ധി വേണം, അപാരമായ തന്ത്രജ്ഞത വേണം, വലിയ മെയ്വഴക്കം വേണം. എന്നെപ്പോലെ ഈ നല്ല ചില ചോദ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും അറിയാതെ സത്യം പറഞ്ഞു പോകും. അതൊന്നും ഈ പണിക്ക് പറ്റിയ പണിയല്ല. ചെറുപ്പക്കാർക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ ബോധമുണ്ട്. ആ ബോധം ഉള്ളത് കൊണ്ടാണ് ഇവർ നാടുവിടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെല്ലായിടത്തും തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുന്നുണ്ടാവില്ല, അവർ മുദ്രാവാക്യം വിളിക്കുന്നില്ല. അതിനർത്ഥം അവർക്ക് ഇതൊന്നും അറിയില്ലെന്നല്ല. നല്ല കൃത്യമായ ധാരണയും ബോധവും അവർക്കുണ്ട്. അവർക്ക് ഇപ്പോൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലാണ്. മഴ കൊണ്ട് മുദ്രാവാക്യം വിളിച്ചാലും ഇത് മാറില്ലെങ്കിൽ നാടകം വിട്ടിട്ട് എൻ്റെ കാര്യം നോക്കാം എന്നുള്ള പ്രായോഗികതയിലേക്ക് അവർ മാറിയതാണ് എൻ്റെ കാര്യം. അച്ചടക്കം പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അച്ചടക്കത്തോടെ ജോലി ചെയ്യാൻ നമ്മുടെ ചെറുപ്പക്കാരും മിടുക്കരാണ്. പക്ഷേ ഒരു പ്രശ്നം, നമ്മുടെ കുട്ടികളുടെ ഈ സംരംഭകത്വമോ വൈദഗ്ധ്യം കാണിക്കുന്നതിന് അവരെ പിന്നോട്ട് വലിക്കുന്നതോ ഈ 2 ഘടകങ്ങൾ തന്നെയാണ് താനും. കാരണം നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ മക്കളോട് പറയുന്നത്, എന്നോടൊക്കെ ഉൾപ്പെടെ നിങ്ങളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുക, നന്നായിട്ട് പഠിച്ചാൽ നല്ലൊരു ജോലി കിട്ടുമെന്നാ, അല്ലേ? പഠിച്ചില്ലേ ഒരു ജോലിയും കിട്ടില്ലെന്നാ. നന്നായിട്ട് പഠിച്ച് 10 പേർക്ക് ജോലി കൊടുക്കണമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു രക്ഷകർത്താവിൻ്റെ പേര് നിങ്ങൾക്ക് പറയാമോ? അതാണ് വ്യത്യാസം. നിങ്ങൾ ഒരു ഘട്ടത്തിനപ്പുറം വളരണമെങ്കിൽ നിങ്ങൾ ആ ബ്രേക്ക് ചെയ്യണം. എല്ലാവരും ജോലി കിട്ടേണ്ടവരായി മാറ്റാൻ വേണ്ടി പഠിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോകേണ്ടി വരുന്നത്. ഇവിടെ നമുക്ക് എത്രയോ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. നിങ്ങൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഇന്ത്യയുടെ ഈ 140-150 കോടി ജനങ്ങൾക്ക് മുഴുവൻ വിൽക്കാൻ നിങ്ങൾ ഒരു ലൈസൻസും വേറെ എടുക്കണ്ട. അത്രയേറെ സാധ്യതയുള്ള വലിയൊരു മാർക്കറ്റിൻ്റെ അധിപനാണ് നിങ്ങൾ ഓരോരുത്തരും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഓരോരുത്തരും. പണ്ടാരോ പറഞ്ഞ പോലെ
ഇന്ത്യയിലെ 1000-ലെ 10,000-ൽ ഒരാൾക്ക് നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് വിൽക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും എത്ര ലക്ഷം പ്രോഡക്ട്സ് നമുക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ അത്ര സാധ്യതകളുള്ളൊരു നാടാണിത്. അവിടെ ഒരു കുട്ടിയെയും അവൻ്റെ യഥാർത്ഥ കഴിവനുസരിച്ച് ഒരു ലീഡറാക്കി മാറ്റാൻ, ആത്മവിശ്വാസമുള്ള ഒരാളാക്കി മാറ്റാൻ, ഉത്തമ പൗരനാക്കി മാറ്റാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസമല്ല കൊടുക്കുന്നത്. എല്ലാവരെയും നിരത്തി നിർത്തി കഴിവുള്ളവനെയും ഇല്ലാത്തവനെയും, കണക്കറിയുന്നവനെയും അറിയത്തില്ലാത്തവനെയും, അതിൽ ടേസ്റ്റ് ഉള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് വെറുതെ അങ്ങ് പഠിപ്പിച്ചു വിടുകയാണ്. പഠിത്തം കഴിഞ്ഞ് 20 വർഷത്തെ പഠിത്തം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാതെ ഇറക്കി വിടുകയാണ്. പിന്നെ ഒരു ജോലി സ്ഥലത്ത് ചെന്നാലും അവിടെ വീണ്ടും ഇത് ബേസിക് ആയിട്ടുള്ള കാര്യം മുതൽ പഠിച്ചു തുടങ്ങുകയാണ്. ഇപ്പോൾ ജേർണലിസമോ വിഷ്വൽ മീഡിയ ഒക്കെ പഠിച്ചിട്ട് വരുന്ന പലരെയും അതിൻ്റെ ബേസിക്സ് ആദ്യത്തെ ഒരു കൊല്ലം നമ്മുടെ സ്ഥാപനത്തിൽ ഞാൻ പഠിപ്പിക്കേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ്. ഏത് മേഖലയിലും അത്തരത്തിലുള്ളൊരു വ്യത്യസ്തതയുള്ള ക്രിയേറ്റീവായ കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നില്ല. അതാണ് പ്രധാന കാര്യം. അല്ലാതെ 3-4 ഏരിയാസ് അല്ല പറയേണ്ടത്. എല്ലാ കുട്ടിക്കും ഒരു കഴിവുണ്ട്, എന്തെങ്കിലും ഒരു കഴിവുണ്ട്. ആ മേഖലയിൽ അവനെ മിടുക്കനാക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ശരിയായ ലക്ഷ്യം. ആ മേഖലയിൽ ചിലർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്, ചിലർക്ക് സംരംഭകത്വമാണ്, ചിലർക്ക് ടെക്നോളജിയാണ് വഴങ്ങുക, ചിലർക്ക് കലയാണ് വഴങ്ങുക. ഏത് മേഖലയിലും ലോകത്ത് ജീവിക്കാനുള്ള സാധ്യതയുണ്ട്, അവിടെ ഏറ്റവും മിടുക്കനാകാനുള്ള സാധ്യതയുമുണ്ട്. അതിലേക്ക് വഴിതിരിച്ചു വിടുന്നതോ കൈപിടിച്ച് നടത്തുന്നതോ ആയിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസം. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമായതുകൊണ്ട് വീണ്ടും പറയുന്ന എനിക്കൊരു ആവർത്തന വിരസത ഉണ്ടാകുന്നുണ്ട്. കേട്ടിട്ടുണ്ടാവില്ല നിങ്ങളെങ്കിലും. നമുക്ക് കേരളത്തിൽ ഈ വിദേശികളെ അത്ഭുതപ്പെടുത്തുന്ന എന്തൊക്കെയുണ്ടെന്ന് ആദ്യം ഒരു ലിസ്റ്റ് ചെയ്യണം. എന്നിട്ട് കേരളത്തിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം. നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കണമെന്നില്ല ഒരു വിദേശിയെ അത്ഭുതപ്പെടുത്തുന്നത്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ കൊച്ചിയിലെ ഒരു കപ്പല് ക്രൂസ് ഷിപ്പ് വന്ന് കിടക്കുന്നത്, അല്ലെങ്കിൽ ഈ കായലിൽ കൂടി ഒരു ബോട്ട് യാത്ര, ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ കുടുംബസമയം നടത്തുന്ന എക്സൈറ്റിംഗ് ആയിരിക്കാം. എന്നാൽ ഇതിനേക്കാൾ ഗംഭീരമായ ക്രൂസുകൾ നടക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ഉൾനാടുകളിലൂടെ കനാലുകളിലൂടെ ദീർഘദൂരം പോകാവുന്ന, അല്ലെങ്കിൽ വെനീസ് പോലുള്ള കനാൽ നഗരങ്ങൾ, ലോകാത്ഭുതങ്ങളായ വെനീസ് പോലുള്ളൊരു സ്ഥലത്ത് നിന്ന് ഇവിടെ വരുമ്പോൾ ഈ പോളയും ഈ കൊതുകും ഇതൊക്കെയുള്ള കനാല് കാണിച്ച് നമ്മൾ അത്ഭുതപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചളിപ്പ് നമുക്കുണ്ടാവണം. മനസ്സിലായില്ലേ? അപ്പോൾ കിഴക്കിൻ്റെ വെനീസ് എന്ന് പറയുമ്പോൾ ഒറിജിനൽ വെനീസ് എന്ന് വരുന്നവരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതല്ല നമ്മൾ കാണിക്കേണ്ടതെന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം. പകരം നമ്മുടെ സംസ്കാരം, നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ കൃഷി, നമ്മുടെ ഗ്രാമീണ ജീവിതത്തിൻ്റെ ചില പ്രത്യേകതകൾ, ഇതിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടും നമ്മുടെ ഗ്രാമജീവിതവും നമ്മുടെ സംസ്കാരവും നമ്മുടെ ഉത്സവങ്ങളും നമ്മളുടെ ഒരു വീട്ടിലെ ഒരു ദൈനംദിന ആക്ടിവിറ്റി പോലും ടൂറിസം പ്രോഡക്റ്റാക്കി മാറ്റുന്ന ഇന്നോവേറ്റീവായ ചില ആശയങ്ങൾ കൊണ്ടുവരണം. ഇത് പാശ്ചാത്യർ കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളാണ്. ഞാൻ പറയും, ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലെ വൃത്തിയുള്ള ഒരു അടുക്കളയിൽ രാവിലെ ആ അടുപ്പിൻ്റെ തറയിൽ കയറി ഇരുന്നിട്ട് രാവിലെ വീട്ടമ്മ ദോശ ചുടുന്നതിനൊപ്പം ഇരുന്ന് ആ ദോശ ചൂടോടെ ചുട്ട് കൊടുക്കുമ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്നൊരു അനുഭവം ഒരു പാശ്ചാത്യ വനിതയ്ക്കുണ്ടായാൽ അവരുടെ ജീവിതത്തിലെ മറക്കാത്തൊരു അനുഭവമായിരിക്കും. ഈ മട്ടിൽ കേരളത്തിൻ്റെ ടൂറിസം കൺസെപ്റ്റുകളെയും പ്രോഡക്റ്റുകളെയും റീഡിസൈൻ ചെയ്യണം. ഒപ്പം അവർക്ക് താമസിക്കാൻ പറ്റുന്ന ഏറ്റവും കാശുള്ളവനെ ഏറ്റവും മികച്ചതും, ബജറ്റ് ട്രാവലർക്കാണെങ്കിൽ വീടിനോടനുബന്ധിച്ചുള്ള ഹോം സ്റ്റേകളിൽ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വൃത്തിയുള്ള താമസ സൗകര്യങ്ങൾ, വൃത്തിയും ഭംഗിയുള്ള വഴിയോരങ്ങൾ. ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് ഒരു വിദേശ ടൂറിസ്റ്റ് വന്നിറങ്ങുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. നമ്മളിവിടെ തന്നെ ജനിച്ചു വളർന്നവരാണ്. അവൻ കയറിയത് ദുബായിൽ നിന്നാണ്. ദുബായിയുടെ പുതിയ കാലത്തെ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം എത്ര വൃത്തിയും ക്ലീനും ഡീസൻറ്റുമാണ്. ആ എയർപോർട്ടിലേക്ക് വരുന്ന വഴിയോരങ്ങൾ പോലും മരുഭൂമിയുടെ നടുക്ക് പച്ച പുല്ല് പിടിപ്പിച്ച് മൾട്ടി കളർ പൂക്കളുടെ പരവതാനിക്കകത്തൂടെ നടന്ന് എയർപോർട്ടിലേക്ക് വരുന്നു. അവൻ ഒന്ന് ഉറക്കം തെളിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് നെടുമ്പാശ്ശേരിയാണ്. അവിടെ എയർപോർട്ടിൽ നിന്ന് കൊച്ചി നഗരത്തിൽ വരെ വരുമ്പോൾ കാണുന്ന കാഴ്ചയായിട്ട് കോൺട്രാസ്റ്റ് അവൻ കാണുന്നത്. അവൻ്റെ ആദ്യത്തെ ഷോക്ക്, ഈ കൾച്ചറൽ ഷോക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ അവൻ്റെ ആദ്യത്തെ ഷോക്ക്, ദൈവമേ സ്ഥലം മാറിപ്പോയോ എന്നായിരിക്കും. അവിടെ മുതൽ നമ്മൾ തുടങ്ങണം. ദുബായിയോടൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനെ വേറൊരു ശൈലിയിലെങ്കിലും അവനെ ആഹ്ലാദിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൊണ്ട് ആ വഴിയോരത്ത് മുഴുവൻ വെച്ചിരിക്കുന്ന പെട്ടിക്കടകളും പടുതാ വലിച്ചു കെട്ടിയ സാധനങ്ങളും, വഴിയോരത്ത് ചെളി കുഴിഞ്ഞ് റോഡിൻ്റെ അപ്പുറം ചെളി കുഴി ചരക്ക് ലോറി വന്ന് പാർക്ക് ചെയ്ത് കുഴിയും ചെളിയുമായ വഴിയോരങ്ങളും, ഇതൊക്കെ നമുക്ക് സ്വാഭാവികമാണ്. അവർക്കവിടെ പാർക്ക് ചെയ്യണ്ടെന്നാണ് ചോദ്യം. പാർക്ക് ചെയ്തോളൂ, പക്ഷേ ടൂറിസം ഒന്നും കൂടെ പറയരുത്. നിങ്ങൾക്ക് വിദേശത്തുനിന്ന് ടൂറിസ്റ്റുകളെ വേണമെങ്കിൽ അവർക്ക് വൃത്തിയുള്ള സൗന്ദര്യമുള്ള പരിസരം കൊടുക്കണം. നമ്മൾ കൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അവർക്ക് ഇതേ സാധനം മലേഷ്യയിൽ കിട്ടും, വിയറ്റ്നാമിൽ കിട്ടും, തായ്ലൻഡിൽ കിട്ടും, അവരങ്ങോട്ട് പോകും.
ഇങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യണം.